ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ ഒരു ലേഖനമുണ്ട്. പ്രകാശ് കാരാട്ടിൻ്റെ കേന്ദ്രത്തിൽ ഒരു മൂന്നാം മുന്നണിയുടെ സാധ്യതയുണ്ടോ? എന്തായാലും ഈ മാസം 30-ാം തീയതി നടക്കുന്ന ഡൽഹി കൺവെൻഷൻ്റെ ലക്ഷ്യത്തെ സംബന്ധിച്ച് പ്രകാശ് കാരാട്ട് എഴുതുന്നത് കാണുക. വർഗീയതയ്ക്കെതിരെ ജനങ്ങളുടെ ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം 30-ന് ദില്ലിയിൽ കൺവെൻഷൻ ചേരും. കോൺഗ്രസ് ഇതര മതനിരപേക്ഷ കക്ഷി നേതാക്കളും ബുദ്ധിജീവികളും കലാകാരന്മാരും ഈ കൺവെൻഷനിൽ പങ്കെടുക്കും. ഇത്തരത്തിലൊരു കൺവെൻഷൻ ചേരുന്നതിൽ ജനവിഭാഗങ്ങളിൽ വലിയ താല്പര്യം ദൃശ്യമായിട്ടുണ്ട്. അതോടൊപ്പം മാധ്യമ ഊഹാപോഹങ്ങളും പെരുകുന്നു. അയോധ്യയിലെ കർസേവയ്ക്കും 1990-ൽ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന കുപ്രസിദ്ധ രഥയാത്രയ്ക്കും മുന്നോടിയായി ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന ആക്രമണങ്ങൾക്കും കലാപങ്ങൾക്കും രാജ്യം സാക്ഷ്യം വഹിച്ചു. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലെമ്പാടും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്ന വേട്ടയാടലിൻ്റെ പരിണിത ഫലമായിരുന്നു 1992 ഡിസംബർ 6-ന് ബാബരീസ് മസ്ജിദ് തകർത്തത്. ഇതാണ് 98-ലും 99-ലും BJP നേതൃത്വത്തിലുള്ള സർക്കാർ രൂപീകരണത്തിന് വഴിയൊരുക്കിയത്. അതുകൊണ്ട് തന്നെ വർഗീയതയ്ക്കെതിരായ ഈ യോജിച്ച വേദി കോൺഗ്രസ് BJP ഇതര കക്ഷികളെ അണിനിരത്തിയാൽ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ മാറ്റങ്ങളെ അത് സഹായിക്കും എന്ന പ്രതീക്ഷയും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഒന്നിനു പിറകെ ഒന്നായി ഈ നേതാക്കൾ മത്സരരംഗത്ത് അയോഗ്യരായി തീരുകയാണ്. ലാലു അക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, ഏറ്റവും വലിയ ദൃഷ്ടാന്തവുമാണ്. എങ്കിലും ഇപ്രകാരം അയോഗ്യരാക്കപ്പെട്ട നേതാക്കൾ എന്താണ് ചെയ്യുന്നത്? അവർ പാർട്ടിയെ വീണ്ടും നയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ തെരഞ്ഞെടുപ്പിനെ നയിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ കാർട്ടൂൺ കാണുക. മത്സരത്തിൽ നിന്ന് ഒഴിവായി സ്വന്തം പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പ്രസംഗിക്കുന്നതിൻ്റെ അപഹാസ്യത സുരേന്ദർ കാർട്ടൂണാക്കി ഹിന്ദുവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. ഉയരങ്ങളിലേക്ക് തലയെടുത്ത് നിൽക്കുന്ന മരങ്ങൾ മുറിക്കുക അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് തെങ്ങ് പോലെ ഉള്ള ഒറ്റത്തടി മരങ്ങൾ. അതിൻ്റെ ആയാസം നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ഒറ്റത്തടിയിൽ നിൽക്കാൻ ഒരു കവട്ട, ശരീരത്തെ മരത്തോട് ചേർത്ത് ബന്ധിപ്പിച്ച് നിൽക്കുന്ന മരം മുറിക്കുന്നയാൾ, പിന്നെയാണ് മുറിക്കൽ. ഈ മുറിക്കൽ ദൃശ്യം കവിയൂർ സന്തോഷ് പകർത്തി ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് 1-ാം പുറത്ത് തന്നെ നമുക്ക് തന്നിരിക്കുന്നു. ഈ ദൃശ്യത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.